കൂട്ടുകാരെ, അർജുനെയും നയനയും പരിചയപ്പെട്ടു തുടങ്ങിയോ? അവരെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ? അവരെ പരിചയപ്പെടാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലേ? നയനം 2 ഭാഗമല്ലേ ആയിട്ടുള്ളൂ. ഇതാ 3-ാം ഭാഗം വായിക്കാൻ പോകുന്നു. നയനം 3. ഫ്രീക്കൻ പയ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വായിൽ നിന്നൊലിക്കുന്ന ചോര തുടച്ച കൈകൊണ്ട് നയനയുടെ കാലിൽ തൊട്ടതും അവൾ അറപ്പോടെ കാല് പിൻവലിച്ചു. മേഡം എന്നോട് ക്ഷമിച്ചെന്ന് പറയോ, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. തൊടുകയ്യാൽ പറയുന്നവൻ്റെ മിഴികളിൽ മരണഭീതി. കുറച്ചു മുമ്പ് ഇഞ്ചം പരുവമാക്കിയവരോടുള്ള ഭയമൊക്കെ കാണാമായിരുന്നു. ആര്? സൂസൻ മുന്നോട്ട് വന്ന് ആ തല കുനിച്ചിരിക്കുന്നവനോട് തിരക്കി. ദാ അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് 4 പേര് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവർ പരസ്പരം നോക്കി. എവിടെന്നെങ്ങാണ്ടോ അടി വാങ്ങിക്കൂട്ടി. ഇവന് വട്ടായിന്ന് തോന്നുന്നു. ഇതും പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുങ്ങിയവരുടെ ഇടയിൽ നിൽക്കുന്ന നയനയുടെ കാലിൽ അവൻ വീണു. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ അവരെന്നെ ഇന്ന് തീർക്കും. അപേക്ഷ ഒടുക്കം നിസ്സഹായതയുടെ രോഷമായി മാറുന്നുണ്ട്. മിഴിനീർ തളം കെട്ടിയ മിഴികളാൽ നയന താഴെ ഇരിക്കുന്നവനിൽ നിന്ന് നോട്ടം മാറ്റി സൂസനെ നോക്കി. എന്തെങ്കിലും ആവട്ടെ, നീ ക്ഷമിച്ചു എന്ന് പറഞ്ഞേക്ക്. തെളിച്ചമില്ലാത്ത മുഖത്തോടെ സൂസൻ പറഞ്ഞു തീർന്നതും നയന അയാളോട് സാരമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു തീർത്തു. കാരണം അവൻ്റെ ആ കരച്ചിലും ഇരിപ്പും മുഖത്തു നിന്ന് ഒലിക്കുന്ന ചോരയും കാണേ അവളുടെ ഉള്ളം ആടി ഉലഞ്ഞു പോയിരുന്നു. ഫ്ലാറ്റെത്തും വരെ എല്ലാവരുടെയും മനസ്സിൽ തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങളായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ബിയുവിനെ കണക്റ്റായി ആണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഫ്ലാറ്റിലെ മുറി തുറന്ന് 4 പേരും അകത്തേക്ക് കയറി. കയ്യിലെ ബിയർ ബോട്ടിലിൽ ഉമ്മ വെച്ചുകൊണ്ട് നേഹ റിമയുടെ തോളിൽ കൈ കടത്തി അവരുടെ റൂമിലേക്ക് പോയി. ഫ്ലാറ്റിൽ 3 മുറികളുണ്ട്. ഒന്നിൽ റിമയും നേഹയും. നയന സൂസൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത്. മിച്ചം വന്ന മുറിയിൽ സകലമാന വസ്തുക്കളുമുണ്ട്. നേഹ, ഓവർഡോസ് അടിച്ച് നാളെ കോളേജിൽ പോകാൻ നേരം എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ വിധം മാറും, പറഞ്ഞേക്കാം. ചെരുപ്പുകൾ മൂലയിൽ അയച്ചു വെക്കുന്നതിനിടയിൽ സൂസൻ ഓർമ്മിപ്പിച്ചു. അപ്പം ചേച്ചിക്ക് വേണ്ടേ? നേഹ തിരിഞ്ഞു നിന്ന് എളിയിൽ കൈകുത്തി. വേണ്ട. സൂസൻ ഫോണിലേക്കൊന്ന് നോക്കിയതും അർജുൻ്റെ 2 മിസ്ഡ് കോൾ കണ്ട് അതോടെ അവൾക്ക് വെപ്രാളമായി. നീ പോയി ഫ്രഷായി വാ, അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കണം. ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ പറയുന്നവളോട് അനുസരണയോടെ തലയാട്ടി നയന. അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. സൂസൻ ബാൽക്കണിയിൽ പോയി നിന്നു. നീയാണോ അർജുൻ മാളിൽ കണ്ട ആ പയ്യനെ തല്ലിയത്? അർജുൻ ഫോൺ എടുത്ത പാടെ സൂസൻ ഈർഷ്യയിൽ തിരക്കി. അർജുൻ മോഹിച്ചതിനെ കണ്ണുകൊണ്ട് പോലും ഒരുത്തൻ ആഗ്രഹിച്ചാൽ അർജുൻ ആ കണ്ണങ്ങ് ചുയിന്നെടുക്കും. മദ്യം വായിലേക്ക് ഒഴിച്ചു പറയുന്നവൻ്റെ വാക്കിൽ അത് പറഞ്ഞത് ചെയ്യുന്ന അത്ര മൂർച്ചയുണ്ടായിരുന്നു. അവളുടെ ശ്വാസത്തിൻ്റെ അത്രയും അരികിൽ ഞാനുണ്ട്. അർജുൻ രുചിച്ച് കഴിയുന്നത് വരെ അവൾ എൻ്റേത് മാത്രമാണ്. സൂസൻ മുഖം കൈകൊണ്ട് തുടച്ചു. ഇതിൻ്റെ ഒടുക്കം എന്താകുമെന്ന് ഓർത്തു നിന്ന്. സൂസൻ, ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? നീ അവളോട് കാര്യം അവതരിപ്പിച്ചില്ലേ? ഞൊടി നേരം കൊണ്ടവൻ്റെ സ്വരവും മാറി. നോക്ക് അർജുൻ, അങ്ങനെ എടുപിടിയെന്ന് പറയാൻ പറ്റിയ കാര്യമല്ല ഇത്. അതും നയനെപ്പോലൊരു പെണ്ണിനോട്. ആ പാവം പെണ്ണിൻ്റെ ചാരിത്രത്തെയാണ് നീ വിലക്കെടുക്കാൻ നോക്കുന്നത്. സൂസൻ്റെ മിഴികൾ ചുരുങ്ങി. അവൾ അതരങ്ങൾ കടിച്ചു. എന്താ സൂസമ്മേ നിനക്കൊരു ശുഷ്കാന്തിയില്ലായ്മ? നിന്റെ ആ പുണ്യാളത്തെ എൻ്റെ ബെഡ്റൂമിൽ എത്തിക്കാൻ അർജുന് നിമിഷ നേരം മതി.
എന്നിട്ടും നിന്റെ കാല് നക്കി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നതേ ആ സുന്ദരിയുടെ ശരീരത്തെ ഈ അർജുൻ പ്രാപിക്കുന്നത് അവളുടെ സമ്മതത്തോടെയാകണം എന്നുള്ളത് കൊണ്ടാണ്. ആഗ്രഹിച്ചത് എന്തും നിഷ്പ്രയാസം നേടിയെടുത്തേ ശീലമുള്ളൂ. അതിനി മാറ്റാൻ പറ്റില്ല. അർജുൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ലോകത്ത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത പലതുണ്ട് അർജുൻ. ഇടയ്ക്കെങ്കിലും അതും ഓർക്കുന്നത് നല്ലതാണ്. നിർത്തടി നിന്റെ സുവിശേഷം. പണം കയ്യിൽ കിട്ടിയാൽ ഏതവൻ്റെയും കൂടെ കിടക്കാൻ പോകുന്ന നിന്റെ വേദാന്തം എന്നോട് വേണ്ട. ഇന്നൊരു രാത്രി സമയം തരും നിനക്ക്. നാളെ ആ പെണ്ണിന് അർജുൻ്റെ ഫ്ലാറ്റിലെത്താൻ സമ്മതമാണെന്നുള്ള വാർത്ത കൊണ്ട് വിളിച്ചാൽ മതി നീ. ഇല്ലെങ്കിൽ സൂസമ്മ കുറേ അനുഭവിക്കേണ്ടി വരും. മറുഭാഗത്ത് നിന്ന് കോൾ കട്ടാകുന്ന ടോൺ കേട്ട് സൂസൻ സ്ക്രീനിലേക്ക് നോക്കി. അർജുൻ കോൾ എൻഡ്. അവൻ്റെ നെറുകയിൽ ആണിയടിക്കുന്ന വേദന നൽകുന്ന ഡയലോഗ് പറയാൻ കഴിഞ്ഞ സംതൃപ്തിയിൽ അവളൊന്ന് ഊറിച്ചിരിച്ചു. മുറിയിൽ എത്തിയപ്പോൾ നയന കുളിച്ചു വന്നു ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. കെട്ടിവെച്ച മുടി അവൾ മെടഞ്ഞിട്ടു. എന്നാലും ചേച്ചി, ആരാകും മാളിൽ കണ്ട പയ്യനെ തല്ലിയിട്ടുണ്ടാവുക? അവൾ ഇരുന്ന പാടെ മിഴികൾ മാത്രം ഉയർത്തി. ആർക്കറിയാം, പെങ്ങളുമാറുള്ള ഏതെങ്കിലും ആങ്ങളമാരായിരിക്കും. അല്ലെങ്കിൽ നിനക്കൊരു രക്ഷകൻ ജനിച്ചെന്ന് കരുതാം. മറുപടിയിൽ തൃപ്തിയില്ലാതെ ആ വിടർന്ന മിഴികളിൽ കുറുമ്പ് കയറി. സൂസൻ ഫ്രഷായി വരുമ്പോഴും നയന കണ്ണ് മീച്ച് കിടപ്പുണ്ട്. നീ ഉറങ്ങിയില്ലേ നയന? സൂസൻ കണ്ണാടിയിൽ നോക്കി മുടി തോർത്തി. ഉറക്കം വരുന്നില്ല ചേച്ചി. മനസ്സിന് എന്തൊക്കെയോ അലട്ടുന്നു. വീട്ടിൽ നിന്ന് അമ്മച്ചി 2 തവണ വിളിച്ചിരിക്കുന്നു. തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. നയന എഴുന്നേറ്റിരുന്നു. നിറഞ്ഞ മിഴികൾ കൈവെള്ള കൊണ്ട് തുടച്ചു. അവരൊക്കെ കിടന്നു കാണും, നാളെ വിളിക്കാം. സൂസൻ അവളുടെ അരികിലിരുന്ന് തോളോട് ചേർത്തു. ചേച്ചിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സൂസൻ്റെ ചങ്കിടിപ്പേറി. അവൾക്ക് ആ വിഷയം പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇല്ലാണ്ടായി. പക്ഷെ അവൻ ഓഫർ ചെയ്ത പണം, അതിൻ്റെ ആവശ്യകത, അല്ലാതെ അവൻ്റെ നാറിയ ഭീഷണി കേട്ട് ഭയന്നിട്ടല്ല. എന്താ ചേച്ചി? അവൾക്കരികിലിരുന്ന് അവൾ പൊടുന്നനെ എഴുന്നേറ്റ് പോകുന്നത് നോക്കി നയന നെറ്റി ചുളിച്ചു. സൂസൻ അവളുടെ പേഴ്സണൽ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുവന്നു വീണ്ടും അവൾക്കരികിൽ തന്നെ ഇരുന്നു. ഇതാണ് മിസ് നയന കോശിക്ക് മോഡലായി ജോലി കിട്ടിയ ഇൻ്റർനാഷണൽ ലേഡീസ് ബ്രാൻഡ് അറോഷ്. അർജുൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ് തുറന്ന് സൂസൻ പറയാൻ തുടങ്ങി. ഇതൊക്കെ എന്തിനിപ്പോൾ പറയുന്നു എന്ന ഭാവത്തിൽ തൊട്ടരികിലുള്ളവളും. എത്രയോ പേർ കൊതിയോടെ ആഗ്രഹിക്കുന്നൊരു ജോലിയാണ് നയനയ്ക്കിപ്പോൾ ലഭിച്ചത്. പണത്തോടൊപ്പം പ്രശസ്തിയും. ഈ ഒരൊറ്റ ജോലി മതി നിന്റെ കഷ്ടപ്പാടൊക്കെ തീരാൻ. ഇനി ചേച്ചി പറയാൻ പോകുന്നത് നയന ശ്രദ്ധിച്ച് കേൾക്കണം. പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ മനസ്സിൽ സ്വരുക്കൂട്ടി വെക്കുമ്പോഴേക്കും മുമ്പിൽ ഇരിക്കുന്നവളുടെ ദയനീയ നോട്ടം കാണേ അതെല്ലാം പാടെ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷേ പിന്മാറാൻ തയ്യാറല്ലാതെ സൂസൻ മനസ്സിനെ പിടിച്ചു നിർത്തി. അർജുൻ പറഞ്ഞൊരു കടമ്പ കടക്കാതെ അവൻ നിനക്ക് ഈ ജോലി തരില്ല. നയനൊരു ശ്രദ്ധ സൂസൻ്റെ മിഴികളിൽ തങ്ങി നിന്നു. സൂസൻ ഉമിനീരിറക്കി വീണ്ടും തുടർന്നു. നയന അർജുൻ്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് പോയൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കമ്പനി മോഡലായി നിന്നെ തിരഞ്ഞെടുക്കൂ എന്നാണ് അവൻ്റെ പക്ഷം. പറഞ്ഞു തീർത്തിട്ടേ സൂസൻ അവളെ നോക്കിയതുള്ളൂ. സൂസന് പാതി ആശ്വാസമാണ്. ആ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല ചേച്ചി. അവളുടെ നെറ്റിയിൽ ചുളിവ് വീണു. ഇങ്ങനെ ഓരോ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് തന്നെയാകും പലരും പലതും നേടിയിട്ടുണ്ടാവുക.
നീ ഒന്ന് കണ്ണടച്ചാൽ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന അവസരങ്ങളെ തിരിച്ചറിയാതെ പോകുന്നതിലും വലിയ മണ്ടത്തരം വേറെയുണ്ടോ? ചേച്ചി ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. നയനയുടെ സ്വരത്തിന് കടുപ്പം വെച്ചിരിക്കുന്നു. അവളുടെ നോട്ടത്തിലെ തീക്ഷ്ണത സൂസനെ തളർത്തിക്കൊണ്ടിരുന്നു. അർജുന് നിന്നെ ഒരു രാത്രി വേണമെന്ന്. നീ അങ്ങനെ ചെയ്താൽ അവൻ്റെ കമ്പനിയുടെ മോഡലായി തിരഞ്ഞെടുക്കുക മാത്രമല്ല, നീ ചോദിക്കുന്നത് അത്രയും പണവും അവൻ തരും. സൂസൻ്റെ ദേഹം തരിച്ചു. അവളുടെ കണ്ടമിടറി. നിങ്ങൾ തന്നെയാണോ ഈ പറഞ്ഞത്? ഞാൻ എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ കരുതിയ നിങ്ങൾ തന്നെയാണോ ഇതെന്നോട് പറയുന്നത്? ഇതുവരെ കാണാത്തൊരു നയനയെ അവിടെ കണ്ടു. അവളുടെ കണ്ണിൽ തെളിഞ്ഞ അഗ്നി. നിർഭയയായി സൂസൻ ഇരുന്നു. നീ ഒന്നും ചെയ്യണ്ട നയന. നിന്റെ ചാരിത്രം പൊക്കിപ്പിടിച്ച് ഇങ്ങനെ കഴിഞ്ഞോ? നിന്റെ കുടുംബം തീരാ ദുരിതക്കയത്തിൽ മുങ്ങിത്താഴ്ന്നാലും നീ നിന്റെ എന്നുമുള്ള തീരുമാനത്തിൽ ഉറച്ചങ്ങനെ നിന്നോളണം. മോഡൽ ഫീൽഡിൽ ഇതൊക്കെ സാധാരണമാണ്. വീണു കിട്ടിയ സൗഭാഗ്യത്തിൻ്റെ വലിപ്പം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജന്മമായി പോയല്ലോ നീ. സൂസൻ അവൾക്ക് മുമ്പിൽ ഇരു കൈകളും മലർത്തി പിന്നീട് കൂപ്പിപ്പിടിച്ച് നെറ്റിയിൽ വെച്ചു. പ്രതികരണമില്ലാതെ സ്തംഭിച്ചു നിൽക്കുന്നവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയി സൂസൻ. പുതപ്പ് തലവഴി മൂടിക്കിടന്നു. സൂസൻ്റെ ബെഡിനരികിൽ വെച്ച ഫോൺ വൈബ്രേറ്റ് ചെയ്ത് അവളുടെ കാതുകളിലേക്ക് അരിച്ചു കയറി. ഉറക്കം മുറിഞ്ഞതിൻ്റെ നീരസത്തോടെ അവൾ കൺപോളകൾ പ്രയാസപ്പെട്ടു തുറന്നു. അർജുൻ എന്ന പേര് സ്ക്രീനിൽ കണ്ടതും ചുണ്ടിൽ വെറുപ്പ് തെളിഞ്ഞു. അവൾ തൊട്ടരികിലെ ബെഡിലേക്ക് തല മാത്രം പൊക്കി നോക്കി. നയന അവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ടുണ്ട്. വാഷ്റൂമിലും അനക്കം കേൾക്കുന്നില്ല. ഇവന് മൂത്ത് നിൽക്കുകയാണോ? അമർഷത്തോടെ അവൾ ഫോൺ കാതോരം വെച്ചു. നിനക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പാടാണെങ്കിൽ പറ. അവളെ നീ എൻ്റെ അരികിലെത്തിക്കാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അർജുനറിയാം. അവൻ അക്ഷമയോടെ പറഞ്ഞു. അർജുൻ അല്പം ക്ഷമ കാണിക്കണം. നിന്റെ പണവും സൗന്ദര്യവും കാണുമ്പോഴേ ഓടി വരുന്നവളല്ല നയന. അവളെ മറ്റു പെണ്ണുങ്ങളെപ്പോലെ കാണുന്നത് കൊണ്ടാണ് ഈ ആർത്തി. അവളെ നീ മനസ്സിലാക്കിയിട്ടില്ല അർജുൻ. ആരുടെയോ കാരുണ്യത്തിൽ പഠിക്കുന്ന ഒരു സാധു കുടുംബത്തിലെ പെണ്ണാണവൾ. ഇത്തരമൊരു ജീവിതം ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ലാത്തവൾ. നീ കാത്തിരുന്നേ ആകൂ. പറഞ്ഞു മുഴുവിപ്പിച്ചതും അവൾ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. മനസ്സസ്വസ്ഥതകളിൽ മുഴുകി നേരം പുലരാൻ നേരം എപ്പോഴോ ആണ് കണ്ണൊന്ന് ചിമ്മിപ്പോയത്. ഏതോ ദുരന്തത്തിൻ്റെ സൂചന നൽകുന്ന പേക്കിനാവുകൾ കണ്ട് ആ ഉറക്കവും തുടർന്നില്ല. മുഖം വിയർപ്പിൽ കുളിച്ചിരുന്നു. എഴുന്നേറ്റ് നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു. സൂസൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നടച്ചു. സൂസനെ ഒന്നുകൂടെ നോക്കി നയന അടുക്കളയിലെത്തി. കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്തു. നോക്കുമ്പോൾ അമ്മച്ചിയെ. ആ പേര് കാണെ കൺപീലികൾ വിറകൊണ്ടു. അമ്മച്ചി. വക്കോളം എത്തിയ കരച്ചിൽ കടിച്ചമർത്തി. എന്നതാ കൊച്ചേ, ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ, സുഖമില്ലായോ? അമ്മച്ചിയുടെ ചോദ്യത്തിൽ ആകുലത നിറഞ്ഞു. ഒന്നുമില്ല അമ്മച്ചി, ചെറിയൊരു ജലദോഷം. അമ്മച്ചി എന്നാത്തിനാ ഇന്നലെ വിളിച്ചത്? ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലല്ലോ. കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ മിഴിനീർ അവൾ വാശിയോടെ തുടച്ചു. കുഞ്ഞുമോൾക്ക് ദീനം കൂടി. ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധം അതികഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ശശാങ്കൻ്റെ ഓട്ടോ വിളിച്ചു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് അവളുടെ നെഞ്ച് പിടഞ്ഞു. വീയാണ്ടിരിക്കാൻ അവൾ ഒരിടത്തിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത് അമ്മച്ചി? നിറഞ്ഞ മിഴികൾ അവൾ ഇറുക്കിയടച്ചു. അറിയാം അമ്മച്ചി എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഡോക്ടർ എന്ത് പറയാനാ കൊച്ചേ? എന്നും പറയുന്ന പല്ലവി തന്നെ. സർജറി വേണം.
അന്നാളൊരു മാസത്തിനുള്ളിൽ സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ലല്ലോ. മരുന്ന് എഴുതി തന്ന് അതും മേടിച്ചിങ്ങ് പോന്നിട്ടുണ്ട്. പായയിൽ മലർന്നു കിടന്നു ഇറങ്ങുന്ന തൻ്റെ ചെറിയ മകൾ കുഞ്ഞുമോൾ എന്ന നീനുവിനെ നോക്കി ത്രേസ്യ നെടുവീർപ്പിട്ടു. രൂപ 1ഉം 2ഉമല്ലല്ലോ, 5 ലക്ഷമാ. സർജറിക്ക് ശേഷമുള്ള ചിലവ് വേറെയും. ആകെ ഉണ്ടായിരുന്ന വീടും തുടിയും പണയത്തിലായി. കുറേ തവണ അടവ് തെറ്റിയിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസും വന്ന് കിടപ്പുണ്ട്. എപ്പോഴാ ഈ വീട് ജപ്തി ചെയ്യാന്നും അറിയില്ല. കൊടുത്താൽ തിരികെ കിട്ടില്ല എന്നറിയുന്നോണ്ട് പൈസ തന്ന് സഹായിക്കാൻ എല്ലാവരും മടിക്കും. ആകെ ഒരു ആശ്വാസം എൻ്റെ കൊച്ചിന് പഠിക്കാൻ പൈസ വേണ്ടല്ല എന്നുള്ളതാണ്. നയനയുടെ മനസ്സിൽ അവളുടെ അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞു വന്നു. അപ്പച്ചനെന്തേ അമ്മച്ചി? അവൾ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. കുറച്ച് നാളായല്ലോ ജോലിക്ക് പോയിട്ട്. എന്തെങ്കിലും ജോലി തരപ്പെടുമോ എന്നറിയാൻ ശശാങ്കൻ്റെ കൂടെ പോയേക്കുവാ. ത്രേസ്യ അടുപ്പിൽ വിറക് വെച്ച് കത്തിക്കാൻ തുടങ്ങി. ഷുഗർ രോഗിയാണ് കോശി. വെട്ടുകത്തി തട്ടിയുണ്ടായ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. നീരൊലിക്കുന്ന മുറിവ് കെട്ടിവെച്ചാണ് നടക്കുന്നത്. അപ്പച്ചനോട് ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയൂ അമ്മച്ചി എന്ന് പറയാൻ അവളുടെ ഉള്ളം വെമ്പുന്നുണ്ട്. പക്ഷെ ആ വരുമാനം കൂടെ നിലച്ചാൽ അവർ പട്ടിണി കിടക്കേണ്ടി വരും. ഞാനിവിടെ സൂസൻ ചേച്ചിയോട് പണം സ്വരൂപിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് തിരക്കട്ടെ. നയന ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയത് എല്ലാം കേട്ടുകൊണ്ട് കട്ടിലപ്പടിയിൽ ചാരി നിൽക്കുന്ന സൂസനെയാണ്. തുടരും. നയന എത്ര വലിയൊരു സങ്കടക്കടലിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു നിസ്സഹായ അവസ്ഥ അർജുനും സൂസനും മുതലെടുക്കുമോ അറിയില്ല. നമുക്ക് അടുത്ത ഭാഗവുമായി ഞാൻ നാളെ വരാം. എല്ലാവരോടും ടാറ്റ.